ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ശ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരപി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. കന്യരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ലെ ചൊവ്വ അങ്ങേയറ്റം ശക്തനാണെന്നറിയണം. ബലവാൻ ശത്രു ജിതസ്യ ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ നശിപ്പിക്കും 6-ലെ ചൊവ്വ. പക്ഷെ ഒരു കാര്യം, സഹോദരങ്ങൾ ശത്രുക്കളാകരുത്, സഹായികൾ ശത്രുക്കളാകരുത്. 3-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നത്. 2 ഭാവാധിപത്യമാണ് ചൊവ്വയ്ക്ക്. 1 3-ാം ഭാവാധിപത്യം. 3-ാം ഭാവമാണ് തൻ്റെ അഭിമാനം, സഹോദരങ്ങൾ, സഹായികൾ. ഇവർ ശത്രുസ്ഥാനത്ത് വരുമ്പോൾ സഹോദരങ്ങളുമായി ഭൂമി വിവാദങ്ങളുണ്ടാകും, രേഖാപരമായ തർക്കങ്ങൾ വരും. അപ്പോൾ സഹോദരങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ലാഭാധിപനാണ് ചൊവ്വ, ഭൂമി ലാഭമുണ്ടാകും. പല കാര്യത്തിലും മധ്യസ്ഥം കഴിഞ്ഞ് ബലാത്കാരേണ തൻ്റെ പൈസ വാങ്ങി വരും. ഇവിടെ സഹോദര വിഷയം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട വിഷയം, 6-ലെ ചൊവ്വ നിൽക്കുമ്പോൾ ശാരീരികമായി ഡിസ്ക് സംബന്ധിച്ച ക്ലേശങ്ങൾ വളരെയധികം ശാരീരികമായി നടുവേദന വരിക, പ്രോസ്റ്റേറ്റിനെ ശ്രദ്ധിക്കണം. പക്ഷേ ഈ 40 ദിവസക്കാലം പല രീതിയിൽ വരുമാനമുണ്ടാകും. നല്ല മാർഗത്തിലൂടെയല്ല, പലപ്പോഴും 2-ാം നമ്പറിലൂടെയായിരിക്കും കാശുണ്ടാകും. തന്ത്രപൂർവ്വം കാശുണ്ടാക്കാൻ പറ്റും, പക്ഷേ സ്ട്രെയിറ്റ് ഒരു ബിസിനസ് ആയിരിക്കില്ല. പലപ്പോഴും കള്ളച്ചതി, പ്രമാണങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ആ രീതിയിലൊക്കെയാണ് കാശുണ്ടാക്കാൻ ഈ 6-ലെ ചൊവ്വ ബുധനും ശുക്രനോടും കൂടി യോഗം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ സഹായിക്കുക. അവിടെ പലപ്പോഴും ശ്രദ്ധിക്കണം. യഗേശ്ചിതല്ലോ, നിയമത്തിനപ്പുറത്ത് ദേവിയത് എതിരെ സഞ്ചരിച്ചാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമെന്നറിയുക. നദിഷ്ടന്തി ഷഷ്ടേ അരയഹ അങ്കാരകേ വൈ തദങ്കേരത സങ്കരേ ശക്തിമന്ത. 6-ൽ ചൊവ്വന്നാൽ ഒരു വ്യക്തി, ഒരു ശത്രുവും തന്നെ മുന്നിൽ നിൽക്കില്ല.
ഭയപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിലയേത വിത്തം ലഭേദാഭിഭൂതി, ധാരാളം കാശ് സമ്പാദിക്കും, അത് ചെലവാക്കുകയും ചെയ്യും. പലപ്പോഴും അനാവശ്യമായ പല കാര്യങ്ങളിലുമൊക്കെ കൊണ്ടുപോയി കാശുകൾ. ഈ സമയത്ത് ഗാംബ്ലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ഈ ചൊവ്വ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, ഗാംബ്ലേഴ്സ്, അല്ലെങ്കിൽ സ്വർണ്ണക്കച്ചവടം, അല്ലെങ്കിൽ ചിലർ സ്വർണം പൊട്ടിക്കുക മുതലായ കലാപരിപാടികളൊക്കെ നാട്ടിലുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ ഈ ബന്ധനയോഗം അനുഭവിക്കേണ്ട സമയമാണെന്ന് അറിയുക. വാശി വരുമ്പോൾ അനാവശ്യമായ വാശിയാണ്. ശത്രുക്കൾ ഭയമില്ലാതെ നെഞ്ചി വിരിച്ച് നടക്കും. അതൊന്നും ഈ സമൂഹത്തിൽ നടക്കില്ല എന്നാദ്യം തിരിച്ചറിയുക. ഇവിടെ തനിക്ക് ഹൈപ്പർ എനർജിയാണ്, അതിനെ ഡൗൺ ആക്കണം. അതിനെ കുറച്ചാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. വീണ്ടും ശത്രുസംഹാര പുഷ്പാഞ്ജലിയൊന്നും ചെയ്യരുത്. നാളികേരങ്ങൾ മുട്ടറക്കാൻ പാടില്ല. ശത്രുത തനിക്ക് ശക്തി കൂടുകയാണ്. ഇവിടെ ഏറ്റവും നല്ലത് എന്താണ്? ഒരു രക്തപുഷ്പാഞ്ജലി മാത്രം വഴിപാടായി സമർപ്പിക്കുക. കടുംപായസമൊന്നും വേണ്ട, ഒരു രക്തപുഷ്പാഞ്ജലി ചുവക്ക് വഴിപാടായി സമർപ്പിക്കുക. ദോഷങ്ങൾക്ക് പരിഹാരമൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായി കാശുണ്ടാക്കാം. എടുത്തു ചാടാൻ പാടില്ലെന്ന് മാത്രം. നന്ദി, നമസ്തേ.